കഴിഞ്ഞ 30 വർഷക്കാലത്തോളം ഒരു പ്രവാസിയായ ഒരു വ്യക്തിയുടെ അനുഭവ കാര്യം കേട്ടപ്പോൾ മനസ്സിനെ വല്ലാതെ വിഷമപ്പെടുത്തി. അദ്ദേഹം കഴിഞ്ഞ 30 വർഷമായി പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് 65 വയസ്സായി. ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്, എല്ലാം കൊണ്ടും തികഞ്ഞിട്ടുള്ള ഒരു കുടുംബ പശ്ചാത്തലമുണ്ട്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ഒരു വൃദ്ധസദനത്തിലെ അന്തേവാസിയായിട്ട് കഴിയുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം പ്രവാസ ലോകത്ത് വിയർപ്പൊഴുക്കി ചോര നീരാക്കി ഉണ്ടാക്കിയ കാശ് മുഴുവനും കുടുംബത്തിന് മാത്രം ചെലവഴിച്ചിട്ടുള്ളതാണ്. കുടുംബത്തിന് വേണ്ടി വീടുണ്ടാക്കി കൊടുത്തു, അതുപോലെ തന്നെ മക്കളെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവരെ നല്ല രീതിയിൽ പ്രാപ്തരാക്കി. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അവസാനം ഇപ്പോൾ അദ്ദേഹം ഒരു വൃദ്ധസദനത്തിലെ അന്തേവാസിയായിട്ട് കഴിയുകയാണ്. വീട് ഭാര്യയുടെ പേരിലാണ്. മക്കളൊക്കെ നല്ല രീതിയിൽ പ്രാപ്തരായ ശേഷം അദ്ദേഹം അവരുടെ മക്കളെയൊക്കെ അവരെ തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥ വന്നു. മിക്ക പ്രവാസികളും അവരുടെ സ്വന്തം ജീവിതം മറന്നുകൊണ്ട് കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. അതായത് അവർ അവിടെ വിയർപ്പൊഴുക്കി ചോര നീരാക്കി ഉണ്ടാക്കുന്ന കാശ് മുഴുവൻ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നു എന്ന് പറയാം. പിന്നീട് അവരുടെ ശിഷ്ടകാലം, അതായത് അവിടുത്തെ റിട്ടയർമെന്റോ അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പറ്റാതെ യാതൊരു അവസ്ഥയിലൊക്കെ വരുമ്പോൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് അവഗണന നേരിടുന്ന രീതിയിലേക്കാണ് പല പ്രവാസികളുടെയും ജീവിതം പിന്നീട് പോകുന്നത്. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ പല അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ മിക്ക പ്രവാസികളും ഇതൊന്നും ഒരു പാഠമായി ഉൾക്കൊള്ളുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ദുഃഖം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം നിങ്ങൾ അധ്വാനിക്കുന്ന, അതായത് പ്രവാസികളായവർ ചോര നീര് ആക്കി വിയർപ്പടുക്കി ഉണ്ടാക്കിയ കാശ് മുഴുവനും തന്നെ കുടുംബത്തിന് ചെലവഴിക്കാതെ അതിൻ്റെ ഒരു ഭാഗം തീർച്ചയായിട്ടും നിങ്ങളുടെ ശിഷ്ടകാലത്തേക്ക് നിർബന്ധമായി നീക്കി വെക്കണം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ വ്യക്തിയുടെ അനുഭവമായിരിക്കാം പല പ്രവാസികൾക്കും ഉണ്ടാവുക. പണമുണ്ടെങ്കിൽ മാത്രമേ, നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങളും അതെത്ര അടുത്ത ബന്ധങ്ങളായാലും ശരി നമ്മുടെ കൂടെ നിൽക്കത്തുള്ളൂ. അത് ഇല്ലെങ്കിൽ നമ്മൾ അധ്വാനിക്കുന്ന മുഴുവൻ കാശ് മുഴുവനും കുടുംബത്തിന് മാത്രം ചെലവഴിച്ച് പിന്നീട് നമ്മൾ ഒരു പിണ്ടിയായി മാറിക്കഴിഞ്ഞാൽ, ഒരു ചണ്ടിയെ പോലെ ആയി മാറിക്കഴിഞ്ഞാൽ നമ്മൾ ആരും തന്നെ തിരിഞ്ഞു നോക്കത്തില്ല എന്നതാണ്. ഇന്ന് പല വൃദ്ധസദനത്തിലും പല പ്രവാസികളും, അതായത് 20-25 വർഷം അല്ലെങ്കിൽ 30 വർഷമൊക്കെ പ്രവാസ ലോകത്ത് ജോലി ചെയ്തിട്ടുള്ള പല പ്രവാസികളെയും കാണാൻ കഴിയും. ഇവർക്ക് പിന്നീട് അധ്വാനിക്കാൻ വയ്യാതെ ഒരു അവസ്ഥ വരുമ്പോൾ കുടുംബത്തിന് ഒരു അധികപ്പറ്റായി മാറും. അധികപ്പറ്റാവുമ്പോൾ കുടുംബം അവരെ അവഗണിക്കുന്ന ഒരവസ്ഥയിലാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളെ, ഈ വാക്ക് നിങ്ങൾ കേൾക്കുന്നതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ അധ്വാനിക്കുന്ന കാശിൻ്റെ ഒരു വീതം നിർബന്ധമായും അത് നിങ്ങൾക്ക് മാത്രമായി നീക്കി വെക്കണം. അത് നിങ്ങളുടെ ശിഷ്ടകാലത്തേക്ക് വിനിയോഗിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഈ കാര്യം നിങ്ങൾ ഉൾക്കൊള്ളണമെന്നാണ് ഒരു വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്.